നല്ല സൗണ്ട് ക്വാളിറ്റിയും ബേസും ഒക്കെയുള്ള ഹെഡ്ഫോണുകളും നെക്ക് ബാൻഡുകളും എയർപോഡുകളും എല്ലാം ഇറക്കുന്ന KDM എന്ന കമ്പനിയുടെ നല്ല പെർഫോമൻസ് ഉള്ള ഒരുപാട് പ്രത്യേകതകളുള്ള KDM A1 എന്ന എയർപോഡാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. വളരെ ആകർഷകമായ ഒരു ബോക്സിനകത്ത് വരുന്ന ഈ ഒരു ഉപകരണത്തിന് എന്തൊക്കെയാണ് പ്രത്യേകതകളെന്ന് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഞാൻ ഹമീദ് ഓർബിറ്റ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഓൺ ചെയ്ത് വെക്കുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക. 20 മണിക്കൂർ മ്യൂസിക് ടൈം ലഭിക്കുന്ന ഈ എയർപോഡിന്റെ മറ്റുള്ള മിക്കവാറും കാര്യങ്ങളെല്ലാം തന്നെ ഇതിന്റെ ബോക്സിന്റെ ബാക്ക് സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ബാലൻസ്ഡ് ആയിട്ടുള്ള സൗണ്ട് ലഭിക്കുമെന്നും 4 മണിക്കൂർ നമുക്ക് കോൾ ചെയ്യാനും ഒക്കെ ഉപയോഗിക്കാമെന്നും അതുപോലെ തന്നെ ഹാൻഡ്സ് ഫ്രീ കോളിംഗ്, അതുപോലെ ഇത് ലൈറ്റ് വെയിറ്റ് ഉപകരണമാണ്, പിന്നെ ടോക്ക് സപ്പോർട്ട് എല്ലാം ഉണ്ടെന്നാണ് കമ്പനി പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഇതിൻ്റെ അകത്ത് വളരെ മനോഹരമായി തന്നെയാണ് ഇതൊക്കെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് ഇതിൽ താഴെയായിട്ട് വെച്ചിരിക്കുന്ന ഈ ബോക്സ് എടുത്തിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് ഈ ബോക്സിനകത്തുള്ളത് ഒരു ചാർജിങ് കേബിൾ ഉണ്ട്, അതുപോലെ തന്നെ എക്സ്ട്രാ ഇയർബഡ്സ് ഉണ്ട്, പിന്നെ ഉള്ളത് ഒരു യൂസർ മാനുവൽ ആണ്. അതിൻ്റെ കൂടെ തന്നെ ഈ ഉപകരണം വാങ്ങിയതിന് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടൊരു കാർഡ് കൂടിയുണ്ട്. അതുപോലെ തന്നെ ഇതിലുള്ള യൂസർ മാനുവൽ ഇംഗ്ലീഷിലാണുള്ളത്. അത് ഈ ഉപകരണം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് സ്പെസിഫിക്കേഷൻ എല്ലാം ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഈ ഒരു ഉപകരണം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് എയർപോഡ് പുറത്തേക്ക് എടുക്കാം. നിങ്ങൾക്കറിയാം, മിക്ക എയർപോഡ് ചാർജിങ് കേസുകളും ഇൻഡിക്കേറ്റർ മാത്രമായിരിക്കും ഉണ്ടാവുക. എന്നാൽ ഇതിൽ ഡിസ്പ്ലേ ഉള്ള ടൈപ്പാണുള്ളത്. ഇതിൽ ചാർജ് എത്ര ശതമാനം ഉണ്ട് എന്നുള്ളത് അതിൽ എഴുതി കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈ എയർപോഡുകൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായ ഒരു ഡിസൈനാണ് ഇതിൻ്റെ ഉള്ളത്. അപ്പോൾ ഇതിൽ ചാർജിങ് കേസിൽ എത്ര ശതമാനം ചാർജ് ഉണ്ട് എന്നുള്ളത് അതിൽ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ചാർജിങ് C പോർട്ടാണുള്ളത്. നിങ്ങളുടെ ഫോണിൻ്റെ ചാർജർ C ടൈപ്പ് ആണെങ്കിൽ അത് നേരിട്ട് തന്നെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ മറ്റേതെങ്കിലും USB ചാർജർ ഉപയോഗിച്ചിട്ട് ഇതിലുള്ള കേബിളും ഉപയോഗിച്ചിട്ട് ഈ ചാർജിങ് കേസ് നമുക്ക് ചാർജ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കിവിടെ കാണാം, ഞാൻ ഇതിലേക്കൊരു ചാർജർ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ചാർജ് കയറിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ഇനി ഈ ചാർജിങ് കേസിനകത്തേക്ക് എയർപോഡുകൾ വെച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, അതിൽ ഏത് എയർപോഡിലാണോ ചാർജ് കുറവുള്ളത് അതിലേക്ക് മാത്രം ചാർജ് ആവും. ഇപ്പോൾ ഞാനിവിടെ 2 എയർപോഡുകളും ഇതിൻ്റെ കേസിനകത്തേക്ക് വെക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ കാണാവുന്നതാണ്, ഇതിൽ രണ്ടിലും ചാർജ് കുറവായതുകൊണ്ട് രണ്ടും ചാർജ് കയറുന്നതായിട്ട് കാണുന്നുണ്ട്. 2 ബാറ്ററിയുടെ സിമ്പലുകൾ നിങ്ങൾക്കിവിടെ കാണാം. അതിൽ സാധാരണ ഫോണിലൊക്കെ കാണിക്കുന്നത് പോലെ ചാർജ് കയറുന്നത് ഇതുപോലെ കാണിക്കും. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഒരെണ്ണത്തിൽ ചാർജ് ഫുള്ളായപ്പോൾ ചാർജ് കുറവുള്ള ആ ഒരു എയർപോഡിലേക്ക് മാത്രമായിട്ട് ചാർജ് കയറുന്നുണ്ട്. ഈ എയർപോഡുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് സ്റ്റീരിയോ എഫക്റ്റ് കിട്ടുന്ന രീതിയിൽ 2 എണ്ണവും 2 ചെവികളിലും വെച്ചിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് ചാർജ് ലാഭിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ മോണോ എഫക്റ്റ് ഒക്കെ മതിയെങ്കിൽ ഒരു എയർപോഡ് മാത്രം വെച്ചിട്ടും ഉപയോഗിക്കാം. ഇത് ചാർജിങ് കേസിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ ഓൺ ആവും. രണ്ടിലും ഇൻഡിക്കേറ്ററുകൾ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്കിവിടെ കാണാം. ഇനി ഇത് ഓഫ് ചെയ്യണമെങ്കിൽ ടച്ച് ചെയ്യുന്ന ഭാഗത്ത് ഒരു 4 സെക്കൻഡ് ടച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. അതുപോലെ തന്നെ ഓൺ ചെയ്യുകയും ചെയ്യാം. ഇങ്ങനെ ഓണാക്കി വെച്ചിരിക്കുന്ന എയർപോഡുകൾ സാധാരണ എല്ലാ ബ്ലൂടൂത്ത് ഉപകരണങ്ങളും പെയർ ചെയ്യുന്നത് പോലെ നമ്മുടെ ഫോണുമായിട്ട് പെയർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്കിവിടെ കാണാം, ഈ എയർപോഡിൻ്റെ മോഡൽ നമ്പർ നമ്മുടെ ഫോണിൽ കാണിക്കുന്നുണ്ട്. അത് കണക്ട് ആയതിൻ്റെ സൂചനയായിട്ട് കണക്റ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. ബാറ്ററിയിൽ എത്ര ചാർജ് ഉണ്ട് എന്ന് വരെ നമ്മുടെ ഫോണിൽ കാണാവുന്നതാണ്. ഇപ്പോൾ അത് ആക്റ്റീവായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമ്മുടെ ഫോണിലേക്ക് വരുന്ന കോളുകളും അതുപോലെ തന്നെ നമ്മൾ പ്ലേ ചെയ്യുന്ന മ്യൂസിക്കും എല്ലാം ഇതിലൂടെ നമുക്ക് ശ്രവിക്കാവുന്നതാണ്. ഇടത് ചെവിയിൽ വെക്കുന്ന എയർപോഡിന്റെ ടച്ച് ചെയ്യുന്ന ഭാഗത്ത് ഇതുപോലെ 2 തവണ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് സിറി അല്ലെങ്കിൽ ഗൂഗിൾ അസിസ്റ്റന്റ് ഓൺ ആവും. പിന്നെ നമ്മൾ ഗൂഗിൾ അസിസ്റ്റന്റിനോട് ഇതിലൂടെ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് നമ്മുടെ ഫോണിൽ കാര്യങ്ങൾ അത് പ്രവർത്തിപ്പിക്കും. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഞാൻ ഒരു നമ്പറിലേക്ക് കോൾ ചെയ്യാൻ ഇതിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഓൺലൈനിൽ കാര്യങ്ങൾ സെർച്ച് ചെയ്ത് റിസൾട്ട് പറയുന്നതിനും ജോലിക്കിടയിലും ഡ്രൈവിങ്ങിലും ഒക്കെ സമയം നോക്കി പറയുന്നതിനും റൂട്ട് നോക്കി നമുക്ക് പറഞ്ഞു തരുന്നതിനും അതുപോലെ മറ്റെന്തെങ്കിലും ഫോണിലുള്ള ആപ്ലിക്കേഷനുകൾ ഓപ്പൺ ചെയ്യണമെങ്കിലും ഒക്കെ ഇതുപോലെ നമുക്ക് ഗൂഗിൾ അസിസ്റ്റന്റിനെ ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് കോൾ വരുമ്പോൾ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ വലതു ഭാഗത്തെയോ അല്ലെങ്കിൽ ഇടതു ഭാഗത്തെയോ എയർപോഡിന്റെ ടച്ച് ചെയ്യുന്ന ഭാഗത്ത് 2 തവണ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് വരുന്ന കോൾ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഇതിലേക്ക് വന്നിരിക്കുന്ന കോള് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കോള് ഡിസ്കണക്ട് ചെയ്യണമെങ്കിലും അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. 2 തവണ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ കോള് ഡിസ്കണക്റ്റ് ആവും.
ഇതിൽ നമ്മൾ മ്യൂസിക് പ്ലേ ചെയ്യുമ്പോഴും ടച്ച് ഇതുപോലെ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ആ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ കൂടെയുള്ള യൂസർ മാനുവലിൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അത് നോക്കിക്കഴിഞ്ഞാൽ ടച്ച് ഏതൊക്കെ രീതിയിൽ വർക്ക് ചെയ്യിപ്പിക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി നമ്മളിത് ഈ ചാർജിങ് കേസിലേക്ക് ഇട്ട് അടച്ചു വെക്കുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഓഫാകും എയർപോഡുകൾ. പിന്നെ അതിൽ ചാർജ് കയറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഉപയോഗമില്ലാത്ത സമയത്ത് ചാർജിങ് കേസിലിട്ട് വെച്ച് കഴിഞ്ഞാൽ എയർപോഡുകൾ ചാർജ് ആയിക്കോളും. നമ്മൾ ഫോൺ വെച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്നും 10 മീറ്റർ ദൂരത്ത് വരെ നമുക്ക് യാതൊരു വയറിൻ്റെയും ശല്യമില്ലാതെ വളരെ ഈസി ആയിട്ട് നടക്കുവാനും ജോലി ചെയ്യുവാനും ഒക്കെ ഇത് ഉപയോഗിച്ചിട്ട് സാധ്യമാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് വാട്ടർ പ്രൂഫ് അല്ല. അതുകൊണ്ട് തന്നെ മഴയത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. പോക്കറ്റിലിട്ട് കൊണ്ട് നടക്കുന്നവർ ഡ്രസ്സ് അലക്കുന്നതിന് മുമ്പ് അത് എടുത്തു വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. KDM A1 എന്ന ഈ മോഡലിന്റെ ഞാൻ വാങ്ങുമ്പോഴത്തെ വില 1300 രൂപയാണ്. ഇപ്പോഴത്തെ വില അറിയുന്നതിനും ഇവരുടെ നല്ല ക്വാളിറ്റിയുള്ള ഹെഡ്ഫോണുകളും നെക്ക് ബാൻഡുകളും എല്ലാം നിങ്ങൾക്ക് കൊറിയറായിട്ട് ലഭിക്കണമെങ്കിലും ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട് മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോകൾ കാണുന്നതിനും ഈ ഉപകരണങ്ങൾ ഓൺലൈനായിട്ട് വാങ്ങുന്നതിനുമൊക്കെയുള്ള ലിങ്കുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ചോദിക്കാൻ മടിക്കരുത്. താങ്ക്